നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. നെൽകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് പണം ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൈക്കൽ അന്തക്കാരനഴി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ജനപ്രതിനിധികളും തീരദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലുമധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ സമരത്തിന് പിന്തുണയുമായി SUCI രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷൻകാർ ആരംഭിച്ച പ്രതിഷേധ സമരം ന്യായമായ സമരമാണെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു പറഞ്ഞു. വാർത്തകൾ വിശദമായി. നെൽകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് പണം ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് പണം ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽകർഷകർക്ക് അവരുൽപ്പാദിപ്പിക്കുന്ന നെല്ലെടുത്താൽ സമയത്ത് പണം കൊടുക്കില്ല. 2 കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ 17 പൈസ കൂട്ടിയ തുക പോലും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. ഇപ്പോഴും 28 രൂപ 20 പൈസ നിരക്കിലാണ് ഇപ്പോഴും. ഇന്ന് ഗവൺമെന്റിന്റെ വിജ്ഞാപനം 28 രൂപ 20 പൈസയാണ്. വാസ്തവത്തിൽ 32 രൂപ 20 പൈസ 32 രൂപ 52 പൈസയാക്കാൻ ഒരു പാടുമില്ലാത്തതാണ്. കാരണം കേന്ദ്രം 4 തവണ MSP വർദ്ധിപ്പിച്ചതാണ്. അപ്പൊ അതനുസരിച്ച് കേരള ഗവൺമെന്റ് 32 രൂപ 52 പൈസ ആക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അത് വർദ്ധിപ്പിക്കാനും ഗവൺമെന്റ് തയ്യാറല്ല. നെല്ലിന് 1 രൂപ 17 പൈസ കേന്ദ്ര സർക്കാർ കൂട്ടി. എന്നാൽ ആ തുക പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും രമേശ് ചെന്നിത്തല MLA കൂട്ടിച്ചേർത്തു. മുൻ MLA അഡ്വക്കേറ്റ് ഷാനിമുൽ ഉസ്മാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV മനോജ് കുമാർ, സഞ്ജീവ് ഭട്ട്, അഡ്വക്കേറ്റ് രവീന്ദ്രദാസ്, പ്രൊഫസർ നെടുമുടി ഹരികുമാർ, റിനു ഭുട്ടോ എന്നിവരും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ടായിരുന്നു. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന്, വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. തൈക്കൽ അന്തക്കാരനഴി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ജനപ്രതിനിധികളും തീരദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൈക്കൽ അന്തക്കാരനഴി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ജനപ്രതിനിധികളും തീരദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഈ കളക്ടറേറ്റിന്റെ വാതിൽക്ക് ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രണ്ടുപേരും കുത്തിയിരിക്കുന്നതാണ്. ആ ജനപ്രതിനിധികളൊക്കെ ഇതുപോലെ കുത്തിയിരുന്ന് സമരം നടത്തേണ്ട ഗതികേടുണ്ടാവില്ല. ഇത് നിങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമുള്ള വിഷയമല്ല. ആലപ്പുഴയിലെ കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം വഴിമുട്ടിരിക്കുന്ന ദയനീയമായ ഒരവസ്ഥയിലാണ്. കാരണം
ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1,25,000 കോടി രൂപയുടെ കടം മാത്രമാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായി ഇത്ര കാലത്തിനുള്ളിൽ ആ 1,25,000 കോടി രൂപയുടെ കടം 4.25 കോടി ലക്ഷം രൂപയുടെ കടമാക്കി മാറി. പ്രദേശത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിരവധി തവണ സ്ഥലം MLAയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനോടും റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് പരാതി നൽകുകയുണ്ടായി. എന്നാൽ റോഡിനായി ഫണ്ട് അനുവദിക്കുമെന്ന പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും സഞ്ചാരം ദുർഘടമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് ഇത്തരത്തിലൊരു സമരത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ, പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, മറ്റ് ജനപ്രതിനിധികളായ PR രാജേഷ്, ആതിര, എൽ മിനിമോൾ, സിനി സാലസ്, ജാൻസി, മേഴ്സി കുര്യൻ, റാണി ജോർജ്, രാജേഷ് തോട്ടതറ എന്നിവർ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകി. പ്രദേശത്തെ നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ സമരത്തിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി. കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഷാജി, മങ്കൊമ്പ് BPC രാജേഷ് വിജയൻ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ സുനിൽ മർക്കോസ്, S മനു, ജെസിയമ്മ ആന്റണി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത ജേതാക്കളായ കുട്ടികളെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ആദരിച്ചു. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലുമധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലും അധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 14 വർഷം പഴക്കമുണ്ട് കാറിന്. 7 പേർക്ക് കയറാവുന്ന വണ്ടിയിലുണ്ടായിരുന്നത് 11 പേരാണ്. ആലപ്പുഴ കളർകോട് തിങ്കളാഴ്ച രാത്രി 9:30 KSRTC ബസ്സിൽ കാറിടിച്ചായിരുന്നു അപകടമുണ്ടായത്. വാടകയ്ക്കെടുത്ത കാറിൽ സിനിമ കാണാൻ പോകുന്ന വഴി കളർകോട് ജംഗ്ഷന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. പഴക്കമുള്ള വാഹനമായതിനാൽ തന്നെ ബോഡിയുടെ ശക്തി കുറയുമെന്നും ചെറിയ ഇടി പോലും ഇത്തരം വാഹനങ്ങൾക്ക് താങ്ങാനാകില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. ടയറിന്റെ തേയ്മാനം കാരണം വാഹനം വേഗത്തിൽ തെന്നിമാറുമെന്നും കനത്ത മഴയിൽ ഡ്രൈവർക്ക് റോഡ് കൃത്യമായി കാണാൻ കഴിഞ്ഞിരിക്കില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കാറ് 90 ഡിഗ്രി തിരിഞ്ഞാണ് ബസ്സിൽ ഇടിച്ചത്. ബസ്സുമായി ഇടിച്ച ഭാഗത്തിന്റെ മറുവശത്തായതിനാലാണ് കാറിന്റെ ഡ്രൈവർ സുരക്ഷിതനായത്. കാറിൽ തെങ്ങിഞ്ഞെരുങ്ങി ഇരുന്നവർക്കിടിയുടെ ആഘാതത്തിൽ ഗുരുതര പരിക്കേറ്റതാവാം മരണത്തിൽ കലാശിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കളർകോട് വാഹനാപകടം നടന്ന സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ സമരത്തിന് പിന്തുണയുമായി SUCI രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷൻകാർ ആരംഭിച്ച പ്രതിഷേധ സമരം ന്യായമായ സമരമാണെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു പറഞ്ഞു. തികച്ചും ന്യായമായ ആവശ്യങ്ങളുമായി KSRTC പെൻഷൻകാർ നടത്തുന്ന സമരപരിപാടികൾക്ക് സംഘടനയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു പറഞ്ഞു. പുതിയ ഡിമാൻഡുകൾ ഉയർത്താതെ നിലവിലുള്ള ആനുകൂല്യങ്ങൾ നിലനിർത്താനുള്ള സമരം വിജയിപ്പിക്കണമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MA ബിന്ദു അഭിപ്രായപ്പെട്ടു. പണിയെടുത്ത് ജീവിക്കുന്ന ഏതൊരു വിഭാഗം ജനങ്ങളും ഇന്ന് സമൂഹത്തിൽ അനാഥരാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ, അധികാരികളുടെ മുന്നിൽ ആ വിഷയങ്ങൾ കൊണ്ടുവന്നെത്തിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ, അതിനൊക്കെ വേണ്ടിയാണ് ഈ രാജ്യത്ത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ട്രാംകോ കേബിൾ കമ്പനി, ഇരുമ്പനത്തുള്ള ട്രാംകോ കേബിൾ കമ്പനി സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ശമ്പളം കിട്ടിയിട്ട് 15 മാസമായി. കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കണ്ടേ മനുഷ്യന്, കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിച്ച് കഞ്ഞി വെച്ചു കൊടുക്കണ്ടേ, മനുഷ്യനായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ, അതിനുവേണ്ടിയാണ് അവൻ അധ്വാനിക്കുന്നത്.
ആ ശമ്പളം 15 മാസമായി മുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ അവിടുത്തെ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. KSRTC പെൻഷൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AP ജയപ്രകാശ്, P രാധാകൃഷ്ണൻ, G തങ്കമണി, MP പ്രസന്നൻ, KM സിദ്ധാർത്ഥൻ, S പ്രേംകുമാർ, TC ശാന്തിലാൽ, EA ഹക്കീം, A ബഷീർകുട്ടി, KJ ആന്റണി എന്നിവർ സംസാരിച്ചു. കുടിശ്ശിക പെൻഷൻ ഉടൻ അനുവദിക്കുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവേചനമില്ലാതെ 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവേചനമില്ലാതെ 10,000 രൂപ പെൻഷൻ നൽകണമെന്ന ആവശ്യവുമായി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ വൺ ഇന്ത്യ വൺ പെൻഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി റോയി മുട്ടാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 75 വർഷമായി ഈ നാട്ടിലെ വയോജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിന് യാതൊരു അറുതിയുമില്ല. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നത് മതിയാവാതെ ആർത്തി പണ്ടാരങ്ങളെ പോലെ തട്ടിയെടുക്കുമ്പോൾ പിച്ചയെടുക്കുന്ന വയോജനങ്ങളുടെ പിച്ചപാത്രം തട്ടിയെടുത്ത് ഓടുന്ന മനോഭാവം കാണിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക്, ഇവിടുത്തെ വയോജനങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം എത്രയോ സമ്പൽ സമൃദ്ധമാണ്. ഈ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയിൽ ഇന്നും വയോജനങ്ങൾ 1,600 രൂപ നക്കപ്പിച്ച പെൻഷൻ പോലും ലഭിക്കാതെ നരകിക്കുന്നുവെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ നമുക്കൊരാൾക്കും കഴിയുകയില്ല. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സേവ്യർ ചേർത്തല ധർണയിൽ അധ്യക്ഷത വഹിച്ചു. തോമസ് കുട്ടി രാമങ്കരി, സൂരജ് ഹരിപ്പാട്, രമേശൻ കണ്ടല്ലൂർ, ഷൈബു കൈനഗരി, ജോയി ചേർത്തല, ഉണ്ണി കായംകുളം, പ്രതാപൻ ചേർത്തല, ഉദയാനന്ദൻ, വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. നെൽകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാൽ കർഷകർക്ക് പണം ഉടൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൈക്കൽ അന്തക്കാരനഴി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ജനപ്രതിനിധികളും തീരദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തമായ മഴയും കാറിൽ കയറാവുന്നതിലുമധികം യാത്രക്കാരും വാഹനത്തിന്റെ കാലപ്പഴക്കം എന്നിവയാണ് ആലപ്പുഴയിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട അപകടത്തിന് കാരണമെന്ന് ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. കാറിന്റെ പഴക്കമാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ സമരത്തിന് പിന്തുണയുമായി SUCI രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷൻകാർ ആരംഭിച്ച പ്രതിഷേധ സമരം ന്യായമായ സമരമാണെന്ന് അഡ്വക്കേറ്റ് MA ബിന്ദു പറഞ്ഞു. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.